ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്താണ് അവസ്ഥ എന്നുള്ളത്. ഓരോരോ ചർച്ചകൾ, ഓരോ ചാനലുകൾ കൊണ്ടുവന്ന ചർച്ചയാണ്. എന്താണ് ഇവരൊക്കെ അവസ്ഥ എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നും. അപ്പോൾ ഒന്ന് കണ്ടേക്ക്. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവരുടെ കൈ ഇറങ്ങിയാൽ ഒരു പാവപ്പെട്ടവൻ മരണപ്പെട്ടിട്ട് തലക്ക് മേലെ നിൽക്കുക, 5 ദിവസം പോലും ആയിട്ടില്ല. അതിന്റെ ഇടയിൽ കൊടുന്ന് കുറച്ച് പേര് ചാനൽ ചർച്ചകൾ വെച്ചിരിക്കുകയാണ്. ചർച്ചയാണ് പോലും ചർച്ച. അയാൾ എന്നെ തോണ്ടിക്കാണും, അയാൾ എന്നെ പിടിച്ചു കാണും, ഇത് ചെയ്തെന്ന് പറഞ്ഞ് ഒരു ചർച്ചയിൽ ഇരുന്ന് അങ്ങ് തള്ളുന്നു. ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും നേരക്ക് കാണിക്കുന്ന ഏറ്റവും വലിയ തെണ്ടിത്തരം എന്ന് പറയും. ഏറ്റവും വലിയ നീതിക്കേടാണ് ഈ കാണിക്കുന്നത്. ആ മരണപ്പെട്ട വ്യക്തിയുടെ അച്ഛനും അമ്മയൊക്കെ ഈ വീഡിയോ ഇരുന്ന് കാണുന്നില്ലടാ. നാണമുണ്ടോ ചാനലുകാരെ നിങ്ങൾക്കൊക്കെ? ഒരു ഉസറും പൊളിയില്ലാതെ നാട്ടിലെ ജനങ്ങളുടെ അല്ല, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും എല്ലാ തീര അവകാശങ്ങളും എഴുതി കൊടുന്നിരുത്തിയ കുറെ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം മരണപ്പെട്ടതിന്റെ പിറ്റേന്ന് വന്നിരുന്നിട്ട് വായിക്കൊള്ളാത്ത വാക്കുകളൊക്കെ വലിയ കാര്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ വന്നിരുന്ന് തള്ളുന്ന ഈ ചാനൽക്കാർക്ക് കുറച്ചെങ്കിലും കുറച്ച് മനുഷ്യത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മര്യാദ ഒക്കെ കാണിക്കേണ്ടിയിരുന്നു ആ വീട്ടുകാരോട്. അദ്ദേഹം മരിച്ച 5 ദിവസമായപ്പോൾ നിങ്ങളൊരു ചർച്ച വെച്ചിട്ട് ഒരു നാണമില്ലാതെ അദ്ദേഹം അത് ചെയ്ത് കാണും, ഇത് ചെയ്ത് കാണും, അത് കുത്തിക്കാണും, ഇവിടെ പിടിച്ചു കാണും. ഇവിടെ ഒരു നാണം ഇച്ചിരി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി ചെയ്യോ? ചാനൽ റൈറ്റിംഗ് കൂട്ടാൻ വേണ്ടി. എൻ്റെ സഹോദരിമാരോട്, ഇത് ഇനി നാട്ടിൽ വേറെ ആളുകൾ ചെയ്യൂല എന്നല്ല, ഇതുപോലെ ചെയ്യാൻ ഇനിയും ഉണ്ടാവും നരമ്പ് രോഗികൾ. തീർച്ചയായിട്ടും വരും. നിങ്ങളെ ഉപദ്രവിക്കാൻ ഇനിയും ആളുകൾ വരും. പക്ഷെ ആ പെൺകുട്ടി ചെയ്ത ആ പ്രവൃത്തിയാണ് ഇവിടെ പ്രശ്നം. അവിടെ ചെയ്ത രീതി. നിങ്ങളെ നേരക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് തീർച്ചയായിട്ടും പ്രതികരിക്കണം. അത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കണം. നിങ്ങൾക്ക് നേരെ വരുന്ന പ്രശ്നം നിങ്ങളത് വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കണ്ടെന്ന് പറയില്ല, പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യല്ല വേണ്ടത്. അത് നിങ്ങളോട് ബന്ധപ്പെട്ട അടുത്ത ഏതെങ്കിലും ഉള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കാര്യപ്പെട്ട അറിയുന്ന ആളുകളുടോ ഇത് അറിയിക്കണം. നിങ്ങൾക്ക് ഇവരെ കയ്യിൽ നിന്നൊന്നും നിങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനു വേണ്ട നിയമ നടപടികൾ എടുക്കേണ്ടത്. നിങ്ങളുടെ തോന്നലുകളായിരിക്കില്ല മറ്റുള്ളവരെ തോന്നൽ. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് കാര്യമായിട്ടുള്ള നടപടി ഒന്നും കിട്ടിയില്ലെങ്കിലും മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയയുമായിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. ഇപ്പം നാട്ടിൽ ഒരുപാട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ആളുകൾ. ഇത് പുരുഷന്മാരുടെ രോദനമാണ്. ആണുങ്ങൾ ജീവിക്കേണ്ട രീതിക്ക് ആണുങ്ങൾ ജീവിക്കുക, പെണ്ണുങ്ങൾ ജീവിക്കേണ്ട രീതിക്ക് പെണ്ണുങ്ങൾ ജീവിക്കുക. ഒരു സ്ത്രീ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് മറ്റുള്ള സ്ത്രീകൾക്ക് നാട്ടിൽ നടക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപമാനവും അവഹേളനവും അബ്യൂസും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഉണ്ടാവുന്നു. അതൊക്കെ കൈകാര്യം ചെയ്യേണ്ട രീതിക്ക് ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളൊക്കെ കപടമായ വാദങ്ങൾ സത്യമാക്കാൻ വേണ്ടിയിട്ട് അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഈ തൊലഞ്ഞ ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് ഇതുപോലെ വളമ്പാനേ പറ്റൂ. ഈ ഒരു വിഷയമാക്കിയിട്ട് മറ്റുള്ള ചാനലുകളൊക്കെ വന്നിരുന്ന് ഇതുപോലെ തൊലഞ്ഞ ന്യായങ്ങൾ പറഞ്ഞ് നിങ്ങൾ റീച്ച് കൂട്ടാന്നല്ലാതെ വേറെ ഒരു കാര്യം ഒരു നാടിനും ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ ഇതുപോലൊക്കെ തൊലഞ്ഞ ചാനലിൽ വന്നിരുന്നതിന് നിൻ്റെയൊക്കെ മുഖം കാണിച്ച് റീച്ചൊക്കെ കൂട്ടാൻ വേണ്ടിയുള്ള പെർഫോമൻസ് ആണെന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാകും. അതുകൊണ്ടാണ് ഈ ചാനലിന്റെ പേരോ അതിൽ വന്നിരിക്കുന്ന ആളുകളുടെ പേരോ ഒന്നും വിളിച്ചു പറയാത്തത്. അവരങ്ങനെ റീച്ച് അതിലൂടെ എടുക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഒരു നാടിന് ചെയ്യുമ്പോൾ അത് ഉപകാരപ്പെടണം. എന്നാ ഓക്കെ.